വസീഫ് ഇടപെട്ട രീതി അത് മാതൃകാപരമാണ്. രാഷ്ട്രീയമുണ്ടാവും, നിങ്ങൾ പരസ്പരം രാഷ്ട്രീയമായ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വാദിക്കണം, എന്നാലേ ഈ നാടിന് രക്ഷയുണ്ടാവുള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കണം. രണ്ടുപേരും ആ അർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടവരാണ്. വസീഫ് ഒരർത്ഥത്തിൽ വസീഫ് ഇന്നലെ ആ സമയത്ത് ഇടപെട്ട രീതി അത് മാതൃകാപരമാണെന്ന് നിരവധി ആളുകൾ പറഞ്ഞു. മാത്രമല്ല ആ സ്ഥലം അതിനുള്ള സ്ഥലമായിരുന്നില്ല എന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. വസീഫിനും അത് എളുപ്പം മനസ്സിലായിട്ടുണ്ടാവും. ആ സമയത്ത് ആ അപശബ്ദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. വസീഫ് വേണമെങ്കിൽ അതൊരു രാഷ്ട്രീയമായിട്ട് വേണമെങ്കിൽ വസീഫിനും ഉണ്ടായിരിക്കാം. ഗൂവലല്ലേ, സിദ്ദീഖിനല്ലേ, അടുത്ത മത്സരിക്കാൻ പോകുന്ന ആളല്ലേ, ഇച്ചിരി ഗൂവല് കിട്ടിക്കോട്ടെ എന്നല്ല വസീഫ് വിചാരിച്ചത്. അതെന്തുകൊണ്ടാണ് വസീഫ് അങ്ങനെ വിചാരിക്കാതിരുന്നത്? സാധാരണ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പൊതുവേ ധരിക്കുക. ഇന്നലെ അരുൺ അറിയാമല്ലോ, നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി കണ്ട അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. ആ ചൂരൽമലയിൽ അരുണറിയാം, മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരു പ്രതീക്ഷയുമില്ലാതെ മനുഷ്യർ നിസ്സഹായരായി നിൽക്കുന്ന സമയത്ത് ആ നിസ്സഹായതയെ അങ്ങനെ നിർന്നാൽ പോരാ, അവരെ ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു ഇച്ഛാശക്തി കേരളത്തിലെ ജനങ്ങൾ, അതോടൊപ്പം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ, അതിന് നേതൃത്വമായി നമ്മുടെ ഗവൺമെൻറ്, നമ്മളെല്ലാം അതിനൊരു കൂട്ടായി ഇടപെടൽ നടത്തി നമുക്കൊക്കെ പറ്റാവുന്ന തരത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുക. ആ ഇടപെടലിൻ്റെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യഘട്ട പൂർത്തീകരണം, ആ പൂർത്തീകരണത്തിലേക്ക് ഉള്ള സമയത്ത് ഞങ്ങളൊക്കെ നല്ല സന്തോഷത്തിലാണ്. ഞങ്ങളാണെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായി 178 TV-യുമായി, അരുൺ നേരത്തെ സൂചിപ്പിച്ചു, 178 TV-യുമായിട്ടാണ് ഞങ്ങളവിടെ ചെന്നത്. ഞങ്ങളതിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗവും ഇവർ കഴിയുന്ന സമയത്ത് ഈ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ ആ ലോറിയിൽ നിന്ന് അത് വിതരണം ചെയ്യാനുള്ള ഒരു ക്രമീകരണമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ ഭയങ്കര ബഹളം കേൾക്കുന്നത്. തൊട്ടടുത്താണ്, സ്റ്റേജിന് തൊട്ടടുത്തുള്ള സമയത്താണ്. ഞാൻ അങ്ങോട്ടേക്ക് ഓടി നോക്കുന്ന സമയത്ത് ഞാൻ മാത്രമല്ല, റഫീഖുണ്ട്, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി റഫീഖ് അവിടുന്ന് ഈ സദസ്സിലിരുന്ന് കൈകൊണ്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും റഫീഖിനോട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോൾ റഫീഖ് പറഞ്ഞു, നിങ്ങൾ ഈ സൈഡ് പോകും, നിങ്ങളാവുമ്പോൾ ഇനിയിപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളാണെങ്കിൽ റഫീഖിനേക്കാൾ കുറച്ചുകൂടി അങ്ങനെ ഉണ്ടല്ലോ ഒരു വിസിബിളായിട്ട് ഉള്ള ഒരാൾ എന്നുള്ളത്, നിങ്ങൾ അങ്ങോട്ട് ചെല്ല് എന്ന് റഫീഖ് കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ മാത്രമല്ല, റഫീഖുണ്ട്, ഫ്രാൻസിസ് ഉണ്ട്, വേറെയും പലരും ഉണ്ട്. ഞങ്ങൾ ഓടി സദസ്സിലേക്ക് ഇറങ്ങി ശബ്ദമുണ്ടാക്കാതിരിക്കാനും പിന്നെ കൈയടിക്കാനും ഒക്കെ അതായത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നലുണ്ടല്ലോ, ആ ചടങ്ങ് എല്ലാവരും കൂടി നടത്തേണ്ടതാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. അഭിമാനത്തോടു കൂടി ഇടതുപക്ഷ ഗവൺമെൻറ് ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ മാതൃക തീർത്തതാണ്. ആ തീർത്ത സമയത്ത് പ്രതിഷേധം എല്ലാവർക്കും ഉണ്ടാവാം. ഈ പ്രത്യേകിച്ച് സിദ്ദീഖിനെ പോലെയുള്ള ഒരാൾ വളരെ ഷാർപ്പായിട്ട് അങ്ങനെയുണ്ടല്ലോ, എതിരാളികളെ എങ്ങനെ മോശമാക്കാം എന്ന എൻ്റെ സുഹൃത്താണ്, എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ അങ്ങനെ ഇടപെടുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളോടൊക്കെ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വന്ന വാക്കുകളോടൊക്കെയുള്ള വല്ലാത്തൊരു എതിർപ്പാവാം അത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ സംസാരിച്ചവരും ഇപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമല്ല, അങ്ങനെ ഉണ്ടാവരുത്, ഒരുമിച്ച് തന്നെ ആ പരിപാടി നടക്കണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മളൊക്കെ പോയത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തന്നെയാണ് എന്ന് രാജ്യമിനിസ്റ്ററൊക്കെ രാവിലെ മുതൽ അതിൻ്റെ ഒരു താല്പര്യത്തിൽ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണുള്ളത്. അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോ ഞാനിപ്പോൾ ഇവരയച്ചെന്ന് അതിൻ്റെ അടിയിൽ നോക്കുക, ഒരുപാട് കമൻറ്റുകൾ എന്തോ പ്ലാൻ ചെയ്തതുപോലെ വരുന്നു. അതേപോലെ ഞാൻ ചെയ്തതും എന്തോ ഒരു അങ്ങനെയുണ്ടല്ലോ, ഞാൻ തന്നെ ആളെ വിട്ടു, പിന്നെ ഞാൻ തന്നെ അങ്ങനെയൊക്കെ. അതാണ്, ആളുകൾ പല രീതിയിലാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുക. അവിടെയൊക്കെ നമ്മൾ ലീഡർഷിപ്പിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്, നേതൃത്വത്തിലിരിക്കുന്നവർ പ്രത്യേകിച്ച് നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടുണ്ട്. അത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചതും ഞങ്ങളൊക്കെ പഠിച്ചതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ഒരു പൊതു അന്തരീക്ഷത്തിൽ മോശമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കരുത്, അവിടെയെല്ലാം വളരെ സംയമനത്തോടു കൂടി ഇടപെടണം എന്നൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ പഠിച്ചതും ഞങ്ങളൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഈ പറയുന്ന ആളുകൾ പല തരത്തിലുണ്ടാകും, അവരോരോ തരത്തിൽ വികാര പ്രകടനങ്ങൾ നടത്തും. അപ്പോൾ ആ വികാരത്തിൽ നമ്മൾ വിട്ടുപോകരുതല്ലോ. നമ്മൾ അവരെ പിന്നെ എങ്ങനെയാണ് അവരെ ഇരുത്താൻ വേണ്ടിയുള്ള ശ്രമം എങ്ങനെയാണ് നടത്തേണ്ടത്, ആ രീതിയിൽ അങ്ങ് ഓടി ഇടപെട്ടു എന്നുള്ളതേ ഉള്ളൂ. അവിടെ പിന്നെ നല്ല സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഇനിയും ആ അന്തരീക്ഷം തുടരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയും അവിടെ ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ വീട് കൊടുത്തു, അതിനോടൊപ്പം ഞങ്ങളൊരു ഗിഫ്റ്റായിട്ട് TV കൊടുത്തു. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർക്ക്, അതായത് അവർക്ക് നഷ്ടപ്പെട്ടവരെ. അരുൺ സാർ, അതെ, അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം അതുപോലെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ സന്തോഷമുണ്ട്. ഇനിയുള്ള കാലം അവരുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്
അവരുടെ ആ കാലഘട്ടങ്ങളെയെല്ലാം ഓർത്ത് അവർക്ക് ഇനിയുള്ള കാലം നല്ല രീതിയിൽ ജീവിക്കാൻ, സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഒരു കൂട്ടായ്മ ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ അവിടെ ഒരു ടൗൺഷിപ്പ് എന്നുള്ള പദ്ധതി കൂടി ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. അത് മാതൃകാപരമായി മുന്നോട്ട് പോവാണ്. അങ്ങനെ തന്നെ പോകട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്.